ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്നർ ജോയിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ലെഫ്റ്റ് ജോയിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നർ ജോയിൻ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഈ രണ്ട് ടേബിളിലെയും കോമൺ ആയിട്ടുള്ള ഡാറ്റ മാത്രമാണ് കിട്ടിയത്. അതായത് ആദ്യത്തെ 1, 2, 3, ദെൻ അതിന് മാത്രമേ നമുക്കിവിടെ അഡ്രസ്സുള്ള ഡാറ്റ ഉള്ളൂ. സോ അത്രയും ഡാറ്റയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ ലെഫ്റ്റ് ജോയിൻ യൂസ് ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ ലെഫ്റ്റ് ടേബിൾ, അതായത് എംപ്ലോയീസ് ടേബിൾ ലെഫ്റ്റ് ടേബിൾ, ദെൻ എംപ്ലോയീസ് അഡ്രസ് ടേബിൾ റൈറ്റ് ടേബിൾ. ഓക്കെ, സോ ലെഫ്റ്റ് ജോയിൻ യൂസ് ചെയ്യുമ്പോൾ എംപ്ലോയീസ് ടേബിളിലുള്ള ഫുൾ ഡാറ്റ ഫെച്ച് ചെയ്യും, പ്ലസ് അതായത് റൈറ്റ് ടേബിളിൽ നിന്ന് മാച്ചിങ് ആയിട്ടുള്ള ഡാറ്റയും. അതായത് എംപ്ലോയീസ് ടേബിളിലെ ഫുൾ ഡാറ്റ കിട്ടും, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഏതൊക്കെ എംപ്ലോയീസിന് അഡ്രസ്സ് ഉണ്ടോ അതും അതിൻ്റെ കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഫെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ സിറ്റുവേഷനിലാണ് നമുക്ക് ലെഫ്റ്റ് ജോയിൻ യൂസ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഞാനിവിടെ സെയിം ക്വറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ സെലക്ട്, എനിക്കിവിടെ വേണ്ടത് എംപ്ലോയീസ് ID, എംപ്ലോയി നെയിം, ഇമെയിൽ, സിറ്റി, ഡിസ്ട്രിക്ട്, പിൻ, ഫ്രം എംപ്ലോയീസ്. ഓക്കെ, ഫ്രം എംപ്ലോയീസ് ഇന്നർ ജോയിന് പകരം ഞാനിവിടെ ലെഫ്റ്റ് ജോയിൻ എന്ന് യൂസ് ചെയ്തു. ലെഫ്റ്റ് ജോയിൻ എംപ്ലോയീസ് അഡ്രസ് ടേബിളാണ്, ദെൻ അതിനെ അഡ്രസ്സ് എന്ന് ഏലിയസ് ആക്കി, ദെൻ നമ്മൾ എംപ്ലോയീസ് ടേബിളുള്ള ID, ദെൻ എംപ്ലോയീസ് അഡ്രസ് ടേബിൾ എംപ്ലോയി ID. ഞാനത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അതായത് എൻ്റെ എംപ്ലോയീസ് ടേബിളിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ആർക്കെല്ലാം അഡ്രസ്സ് ഉണ്ടോ അതും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതായിരിക്കും നമ്മളൊരു ലെഫ്റ്റ് ജോയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ദെൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റൈറ്റ് ജോയിൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലെഫ്റ്റ് ജോയിനിൽ എന്താ സംഭവിച്ചേ, ലെഫ്റ്റ് ടേബിളിലുള്ള എല്ലാ ഡാറ്റയും എടുത്തു, റൈറ്റ് ടേബിളിൽ നിന്ന് മാച്ചിങ് ആയിട്ടുള്ള ഡാറ്റയും അതിൻ്റെ കൂടെ എടുത്തു. ഓക്കെ, ഇതാണല്ലോ ലെഫ്റ്റ് ജോയിനിൽ സംഭവിച്ചത്. ഇനി റൈറ്റ് ജോയിനിൽ എന്തായിരിക്കും, റൈറ്റ് ടേബിളിലുള്ള ഫുൾ ഡാറ്റയും എടുക്കും, അതിൻ്റെ കൂടെ ലെഫ്റ്റ് ടേബിളിൽ നിന്ന് മാച്ചിങ് ആയിട്ടുള്ള ഡാറ്റ മാത്രം ഫെച്ച് ചെയ്യും. ഓക്കെ, ഇവിടെ കാണാം, ഇപ്പോൾ എൻ്റെ കയ്യിൽ എംപ്ലോയീസ് ടേബിൾ ഉണ്ട്, എംപ്ലോയീസ് അഡ്രസ് ടേബിൾ, ഇതാണ് എൻ്റെ റൈറ്റ് ടേബിൾ. സോ റൈറ്റ് ടേബിളിലെ ഫുൾ ഡാറ്റ എടുക്കും, അതായത് ഇവിടെയുള്ള ഈ 3 റെക്കോർഡ് എടുക്കും. ഈ 3 റെക്കോർഡിന് മാച്ചിങ് ആവുന്ന ഡാറ്റ ലെഫ്റ്റ് ടേബിളിൽ നിന്ന് എടുക്കും, എംപ്ലോയീസ് ടേബിളിൽ നിന്ന് എടുക്കും. നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാം. സോ ഞാനിവിടെ സെയിം ക്വറിയിൽ ലെഫ്റ്റ് ജോയിൻ എന്നതിന് പകരം ഞാനിവിടെ റൈറ്റ് ജോയിൻ എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പം എനിക്ക് ഇന്നർ ജോയിൻ്റെ സെയിം റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതായത് റൈറ്റ് ടേബിളിലെ എല്ലാ ഡാറ്റയുണ്ട്, ലെഫ്റ്റ് ജോയിനിലുള്ള ആദ്യത്തെ 3 ഡാറ്റ മാത്രം. അപ്പം അതിന് കാരണം നമ്മുടെ എംപ്ലോയീസ് അഡ്രസ് ടേബിളിൽ 3 ഡാറ്റയേ ഉള്ളൂ. ആ 3 ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എംപ്ലോയീസ് ടേബിൾ ഡാറ്റയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത്. സപ്പോസ് എൻ്റെ എംപ്ലോയീസ് അഡ്രസ് ടേബിളിൽ 3ൽ കൂടുതൽ ഡാറ്റയുണ്ട്, അതിന് മാച്ചിങ് ആയിട്ട് എംപ്ലോയീസ് ടേബിൾ ഡാറ്റ ഇല്ലെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ആ അഡ്രസ് ഡാറ്റ കൂടെ വരും, പക്ഷേ ലെഫ്റ്റ് ടേബിളിൽ നിന്ന് എംപ്ലോയീസിൽ മാച്ചിങ് ആയിട്ടുള്ള 3 ഡാറ്റ മാത്രമേ വരുള്ളൂ. അതായത് ഇവിടെ ലെഫ്റ്റ് ജോയിനിൽ എന്താണോ നടന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അതായത് എൻ്റെ എംപ്ലോയീസ് അഡ്രസ് ടേബിൾ എനിക്കൊരു എക്സ്ട്രാ റെക്കോർഡ് ഉണ്ട്, ആ റെക്കോർഡിന് മാച്ചിങ് ആയിട്ട് എനിക്ക് എംപ്ലോയീസ് ടേബിളിൽ ഡാറ്റ ഇല്ല. അതായത് ഇവിടെ എംപ്ലോയി ID 10 ആണ്, അങ്ങനെ 10ൽ ഒരു എംപ്ലോയി നമ്മുടെ എംപ്ലോയീസ് ടേബിളില്ല. ഇത് ആക്ച്വലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ ഫോറിൻ കീ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തുന്നുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ടേബിളിൽ നമ്മൾ റൈറ്റ് ജോയിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ ഇങ്ങനെ ആയിരിക്കും. അതായത് റൈറ്റ് ടേബിളിലുള്ള ഫുൾ ഡാറ്റ കിട്ടും, പ്ലസ് ലെഫ്റ്റ് ടേബിളിൽ നിന്ന് മാച്ചിങ് ആയിട്ടുള്ള ഡാറ്റ. ഓക്കെ, ഇതാണ് നമുക്ക് റൈറ്റ് ജോയിൻ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് ജോയിൻ അപ്ലൈ ചെയ്തപ്പോൾ ഈ ടേബിളിലുള്ള ഫുൾ ഡാറ്റ കിട്ടി. അതായത് ഇവിടെ നമുക്ക് 2 റെക്കോർഡോടെ എക്സ്ട്രാ വന്നു, പക്ഷേ നമ്മുടെ അഡ്രസ് ടേബിളിൽ ആദ്യത്തെ 3 റെക്കോർഡ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം അത്രമാത്രം മാച്ചിങ് ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതാണ് മെയിനായിട്ട് ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.